ഹലോ നമസ്കാരം. കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്കുള്ള തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് ഇന്ത്യൻ റെയിൽവേ അനുവദിച്ച പുതിയ സ്പെഷ്യൽ ട്രെയിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വേളാങ്കണ്ണിയിൽ തിരക്കുള്ള സമയങ്ങളിൽ പെരുന്നാൾ സീസണുകളിൽ റെയിൽവേ അനുവദിക്കാറുള്ള ഒരു ട്രെയിൻ സർവീസാണിത്. ഈ ട്രെയിനെക്കുറിച്ചും ഈ ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷനുകൾ, നിർത്തുന്ന സ്റ്റേഷനുകൾ, എത്തിച്ചേരുന്ന സമയം, ടിക്കറ്റ് നിരക്കുകൾ തുടങ്ങിയ വിശദ വിവരങ്ങൾ എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇനി നമുക്ക് കേരളത്തിൽ നിന്നും വേളാങ്കണ്ണി പള്ളി വരെ പോകുന്ന പുതിയ സ്പെഷ്യൽ ട്രെയിൻ സർവീസിനെ പറ്റി കൂടുതൽ അറിയാം. എറണാകുളം സൗത്ത് അഥവാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് കോട്ടയം, കൊല്ലം, തെങ്കാശി വഴി വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ഡയറക്റ്റ് എത്തിച്ചേരുന്ന ഒരു ട്രെയിൻ സർവീസ് ആണിത്. 2026 ഓഗസ്റ്റ് മാസം 27-ാം തീയതി മുതലാണ് ഈ വേളാങ്കണ്ണി സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 3, സെപ്റ്റംബർ 10 എന്നീ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് സർവീസ് നടത്തുന്നത്. ഈ ട്രെയിനിൽ വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകുവാനുള്ള ടിക്കറ്റ് ഇപ്പോൾ മുതൽ ബുക്ക് ചെയ്യാൻ സാധിക്കും. ട്രെയിൻ നമ്പർ 06061, ട്രെയിൻ നമ്പർ 0606 എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി സ്പെഷ്യൽ എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് യാത്ര പുറപ്പെട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച അതിരാവിലെ 5:50 വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനാണിത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആഴ്ചയിൽ വ്യാഴാഴ്ച ദിവസം മാത്രമാണ് ഈ ട്രെയിൻ എറണാകുളം സൗത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് സർവീസ് നടത്തുന്നത്. ഈ ട്രെയിൻ എറണാകുളം സൗത്തിൽ നിന്നും എടുത്താൽ വേളാങ്കണ്ണി വരെ സഞ്ചരിക്കുന്ന മൊത്തം ദൂരം 690 കിലോമീറ്റർ ആണ്. അതായത് 16 മണിക്കൂറും 50 മിനിറ്റുമാണ് മൊത്തത്തിൽ ഈ ട്രെയിൻ എടുക്കുന്ന സമയം. എറണാകുളം സൗത്ത് അഥവാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ ട്രെയിൻ എടുത്താൽ അടുത്ത സ്റ്റോപ്പുള്ളത് കോട്ടയത്താണ്. ഉച്ചയ്ക്ക് 1:52 കോട്ടയത്ത് ഈ ട്രെയിൻ എത്തിച്ചേരുന്നു. അവിടെ നിന്നും പോകുന്ന ഈ ട്രെയിൻ ചങ്ങനാശ്ശേരിയിൽ 2:11, തിരുവല്ലയിൽ 2:21, ചെങ്ങന്നൂർ 2:31, മാവേലിക്കരയിൽ ഉച്ചയ്ക്ക് 2:44, കായംകുളം ജംഗ്ഷനിൽ 2:55, കരുനാഗപ്പള്ളിയിൽ 3:12, ശാസ്താംകോട്ട 3:22, കൊല്ലം ജംഗ്ഷനിൽ 4:25, കുണ്ടറയിൽ വൈകിട്ട് 4:54, കൊട്ടാരക്കരയിൽ വൈകിട്ട് 5:08, ആവണീശ്വരം വൈകുന്നേരം 5:17, പുനലൂര് 5:40, തെന്മലയിൽ വൈകുന്നേരം 6:29 എത്തിച്ചേർന്ന ശേഷം ഈ ട്രെയിൻ തമിഴ്നാട്ടിലേക്ക് കടന്ന് തെങ്കാശി, ശിവകാശി, നാഗപട്ടണം വഴി വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരുന്നു. നിലവിൽ ഇത്രയും സ്റ്റേഷനുകളിലാണ് കേരളത്തിൽ ഈ ട്രെയിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. പിറ്റേ ദിവസം വെള്ളിയാഴ്ച അതിരാവിലെ 5:50 ആവുമ്പോൾ ഈ ട്രെയിൻ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനും വേളാങ്കണ്ണി പള്ളിയും തമ്മിലുള്ള ദൂരം 1 കിലോമീറ്റർ ആണ്. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഓട്ടോ സൗകര്യം ലഭ്യമാണ്. അവിടെ നിന്നും വേളാങ്കണ്ണി പള്ളി വരെ ഏകദേശം 100 രൂപയോളമാണ് ഓട്ടോ ചാർജ് വരുന്നത്. ഇനി നമുക്ക് ഈ 06061 എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി സ്പെഷ്യൽ ട്രെയിനിൻ്റെ എറണാകുളത്തു നിന്നും വേളാങ്കണ്ണി വരെയുള്ള ടിക്കറ്റ് നിരക്ക് എത്രയെന്ന് പരിശോധിക്കാം. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ജനറൽ ടിക്കറ്റ് 230 രൂപയും എറണാകുളം സൗത്തിൽ നിന്നും വേളാങ്കണ്ണി വരെ സ്ലീപ്പർ ടിക്കറ്റ് 510 രൂപയും എറണാകുളം സൗത്തിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ തേർഡ് AC ടിക്കറ്റ് 1355 രൂപയും എറണാകുളം സൗത്തിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ സെക്കൻഡ് AC ടിക്കറ്റ് 1905 രൂപയുമാണ്. ഇങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് വരിക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക,
ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കയറേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ കോഡുകൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. എറണാകുളം ജംഗ്ഷൻ ERS എന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ VLNK എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേരളത്തിലേക്ക് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചേരാനുള്ള ഈ സ്പെഷ്യൽ ട്രെയിനിൻ്റെ വേളാങ്കണ്ണിയിൽ നിന്നുള്ള മടക്കയാത്രയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേരളത്തിലേക്ക് ഡയറക്റ്റ് എത്തിച്ചേരാനുള്ള പുതിയ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആണിത്. ട്രെയിൻ നമ്പർ 06062, ട്രെയിൻ നമ്പർ 0606-2. വേളാങ്കണ്ണി എറണാകുളം ജംഗ്ഷൻ സ്പെഷ്യൽ എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത്. ഈ ട്രെയിൻ ഓഗസ്റ്റ് 28 മുതലുള്ള 3 വെള്ളിയാഴ്ചകളിൽ വേളാങ്കണ്ണി തിരുനാൾ ദിനങ്ങളിൽ മാത്രമാണ് വേളാങ്കണ്ണിയിൽ നിന്നും കേരളത്തിലേക്ക് സർവീസ് ഉള്ളത്. ഓഗസ്റ്റ് 28, സെപ്റ്റംബർ 4, സെപ്റ്റംബർ 11 എന്നീ ദിവസങ്ങളിൽ വെള്ളിയാഴ്ചകളിലാണ് ഈ ട്രെയിൻ വേളാങ്കണ്ണിയിൽ നിന്നും കേരളത്തിലേക്ക് എറണാകുളം സൗത്ത് വരെ സർവീസ് നടത്തുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഓഗസ്റ്റ് 28-ാം തീയതി വേളാങ്കണ്ണി തിരുനാൾ കൊടിയേറ്റത്തിന് മുന്നേ ഉള്ള വെള്ളിയാഴ്ചയിൽ ആരംഭിച്ച് തുടർച്ചയായ 3 വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് വേളാങ്കണ്ണിയിൽ നിന്നും കേരളത്തിലേക്ക് ഈ ട്രെയിൻ സർവീസ് ഉള്ളത്. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് 6:40 യാത്ര ആരംഭിച്ച് പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ 11:50 എറണാകുളം ജംഗ്ഷൻ അഥവാ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് ഈ ട്രെയിൻ യാത്ര അവസാനിക്കുന്നു. ഇനി നമുക്ക് കേരളത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകളും സമയക്രമവും ഒന്ന് പരിശോധിക്കാം. തെന്മലയിൽ ഈ ട്രെയിൻ എത്തിച്ചേരുന്നത് രാവിലെ 5:28-നാണ്. പുനലൂര് 6:45-നും, ആവണീശ്വരം 7:04-നും, കൊട്ടാരക്കരയിൽ 7:14-നും, കുണ്ടറയിൽ 7:24-നും, കൊല്ലം ജംഗ്ഷനിൽ 8:10-നും, ശാസ്താംകോട്ട 8:38-നും, കരുനാഗപ്പള്ളിയിൽ രാവിലെ 8:49-നും, കായംകുളം ജംഗ്ഷനിൽ രാവിലെ 9:04-നും, മാവേലിക്കര 9:14-നും, ചെങ്ങന്നൂര് രാവിലെ 9:26-നും, തിരുവല്ലയിൽ രാവിലെ 9:37-നും, ചങ്ങനാശ്ശേരിയിൽ രാവിലെ 9:46-നും, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ 10:07-നും, എറണാകുളം ജംഗ്ഷൻ അഥവാ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 11:50-ന് ഈ ട്രെയിൻ എത്തിച്ചേർന്ന് യാത്ര അവസാനിപ്പിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് യാത്ര പോകുന്ന 06061 എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി സ്പെഷ്യൽ ട്രെയിനിൻ്റെ അതേ സെയിം ടിക്കറ്റ് നിരക്ക് തന്നെയാണ് ഈ ട്രെയിനും വരിക. കേരളത്തിൽ നിന്നും വേളാങ്കണ്ണി പള്ളി വരെ വേളാങ്കണ്ണി പെരുന്നാൾ സമയങ്ങളിൽ ഡയറക്റ്റ് പോകുവാനും അവിടെ നിന്നും കേരളത്തിലേക്ക് ഡയറക്റ്റ് എത്തിച്ചേരാനും സാധിക്കുന്ന പുതിയ ഈ സ്പെഷ്യൽ ട്രെയിനുകളെ പറ്റിയുള്ള ഈ ഡീറ്റെയിൽ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. വേളാങ്കണ്ണി മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.